ഹായ് മക്കളെ, AK ആണ്. വെൽക്കം ബാക്ക് ടു ഏഗൽ ലേണിംഗ്. നോക്കടാ, ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനേഷന് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? അതിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നിങ്ങളെ ചോദ്യം ഒന്ന് വായിക്കുക. മാഗ്നിഫിക്കേഷനിൽ രണ്ട് ടൈപ്പ് ചോദ്യം ഉണ്ടാവുള്ളൂ. ഒന്നാണ് ടൈപ്പ്, നമ്മൾ ഒരു മാഗ്നിഫിക്കേഷന്റെ വാല്യൂ തരും, എന്നിട്ട് ആ വാല്യൂ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിബിംബത്തിന്റെ സവിശേഷത ചോദിക്കും. അതൊരു ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് ഇങ്ങനെയാണ്, മാഗ്നിഫിക്കേഷൻ വാല്യൂ തന്നിട്ട് ഏത് ദർപ്പണമാണ് എന്നോട് ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. അതിനു മുമ്പേ ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും പഠിക്കാൻ, കേട്ടോ? അപ്പൊ ഞാൻ ഓരോന്ന് 1 by 1 ആയിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതിനൊരു പ്രത്യേകത ഉണ്ട്, റിയൽ ഇമേജ് ആയിരിക്കും. അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിലോ അത് വിർച്വൽ അല്ലെങ്കിൽ മിഥ്യാ പ്രതിബിംബമായിരിക്കും. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. ശേഷം ഒരു കാര്യം ചെയ്യാം, ഇതേപോലെ ഒരു വര ഇങ്ങനെ തന്നെ ഇട്ട് വെച്ചോ. ഈ വരയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട് എന്നാ ഞാൻ പറഞ്ഞുതരാം. കൃത്യമായിട്ട് വരയിട്ടോ, മറക്കണ്ട. അടുത്ത കാര്യം ഞാൻ പറയുന്നു, മാഗ്നിഫിക്കേഷന്റെ വില 1 ആണ് എങ്കിൽ അതിന്റെ അർത്ഥം വസ്തുവിനും പ്രതിബിംബത്തിനും സെയിം ഹൈറ്റ് ആണ്, സെയിം സൈസ് ആണ്. സോ സെയിം സൈസ് ആയിരിക്കും ഒബ്ജക്റ്റിനും അതേപോലെ തന്നെ ഇമേജിനും. ഓർത്ത് വെച്ചോളൂ, മാഗ്നിഫിക്കേഷന്റെ വില 1നേക്കാട്ടും വലുതാണ്. നോക്കൂ, M വലുത്. ഈ സിമ്പിൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം. തൊള്ള തുറന്ന ഭാഗത്തുള്ളത് വലുതാണ്. നിങ്ങൾ എന്തിനാണ് തൊള്ള തുറക്കല്? ഫുഡ് കഴിക്കാൻ. ഫുഡ് നമുക്ക് വലുതാണ് എന്നാലോചിച്ചാൽ മതി. M വലുതാണ്. ആരെക്കാട്ടും? 1നേക്കാട്ടും. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, വലിയ പ്രതിബിംബം എല്ലാജഡ് ആയിരിക്കും. വലിയ പ്രതിബിംബം ആരെക്കാട്ടും വലുത്? വസ്തുവിനെക്കാട്ടും വലുത്. ഓക്കെ, ഇനി M ചെറുതാണ് ആരെക്കാട്ടും? 1നേക്കാട്ടും. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതൊരു ചെറിയ അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് ആയ പ്രതിബിംബമായിരിക്കും. ഇത് ഒന്നാമത്തെ കാര്യം. ഇത് പഠിച്ചാൽ മാത്രമേ ഈ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ചോദ്യം? The value of magnification of an image is -4. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതാ -4. ഞാൻ -4 എന്ന് എഴുതി കഴിഞ്ഞു. ഇതാണ് -4. മാഗ്നിഫിക്കേഷൻ -4 ആണ്. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇതൊരു നെഗറ്റീവ് സംഖ്യയാണല്ലോ അല്ലേ? നെഗറ്റീവ് ആണ്, സൈൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. നെഗറ്റീവ് ആയതുകൊണ്ട് അത് തീർച്ചയായിട്ടും റിയൽ ആണ്. അപ്പം റിയലായ 2 ഓപ്ഷൻസ് നമുക്കുണ്ട്. ഒന്നെങ്കിൽ ഏതാണ്? യഥാർത്ഥവും ചെറുതുമാണ്, അല്ലെങ്കിൽ യഥാർത്ഥവും വലുതുമാണ്. 2 ഓപ്ഷൻ നമ്മൾ പിടിച്ചു. ഇതിലേതോ ഒന്നാണ്. ഇനി നമ്മൾ മനസ്സിലാക്കണം, സൈസുമായി കമ്പയർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. -4 അല്ലേ? -4 എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും 1നേക്കാട്ട് ചെറുതാണല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ഉത്തരം ഏതായിരിക്കും? തീർച്ചയായിട്ടും ഇതായിരിക്കും, വിചാരിക്കും. പക്ഷെ അല്ല. എന്നറിയാവോ, ഇത് നിങ്ങൾക്ക് പലപ്പോഴും തെറ്റുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ആവർത്തനത്തിന്റെ വില. ഈ വിലക്ക് 2 ഭാഗങ്ങളുണ്ട് എന്ന് പഠിച്ചു വെക്കണം. അത് പഠിച്ചില്ലെങ്കിൽ ഈ സാധനം തെറ്റിപ്പോ. ഒന്നാമത്തെ ഭാഗം സൈൻ, ചിഹ്നം. രണ്ടാമത്തെ ഭാഗം ന്യൂമറിക്കൽ വാല്യൂ, അതായത് സംഖ്യ. ഇതൊരിക്കലും ഇത് -4 അല്ല, മൈനസും 4ഉമാണ്. ആരൊക്കെയാണ്? മൈനസ് ഒരു ഭാഗം, 4 വേറൊരു ഭാഗം. അതുകൊണ്ടാണ് നേരത്തെ ഒരു അടിവര ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓർത്ത് വെക്കണം. ക്ലിയർ ആണ്? അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് 4 ആണ്. വാല്യൂ ഓഫ് 4 ഈസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? 4 1നേക്കാട്ടും വലിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് വലിയ പ്രതിബിംബമായിരിക്കും. സോ നമ്മൾ ഉത്തരം ഏതാണ്? ഉത്തരം ഡി ഓപ്ഷൻ ആണ്, റിയൽ ആൻഡ് എൻലാർജ്ഡ്. ഈ ഒരു ട്രിക്ക് അറിഞ്ഞൂടെങ്കിൽ ഇതിന്റെ മാർക്ക് പോയി 2 മാർക്കിന്റെ ചോദ്യമാണ് ഉണ്ടാവുക. ഞാൻ ഓപ്ഷൻ തന്നോണ്ട് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഏതാണ് ചോദ്യം? ശ്രദ്ധിച്ചോ. The magnification of an image formed by a mirror is +0.3. +0.3. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ചോദിക്കട്ടെ, +0.3 ആണെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതൊരു പ്ലസ് ആയതുകൊണ്ട് മിഥ്യ അല്ലേ? വിർച്വൽ ആണ്. കൂടാതെ 0.3 എന്ന് പറഞ്ഞാൽ 1നേക്കാട്ടും
ചെറുതായതുകൊണ്ട് ഡിമിനിഷ്ഡ് ഇമേജ് ആണ് ഉണ്ടാക്കുന്നത്. ക്ലിയർ ആണോ? ചോദ്യം എങ്ങനെയാണ്, ഇത് ഏത് ടൈപ്പ് ഓഫ് മിറർ ആണെന്നാ ചോദ്യം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം എന്തെന്നെ ചെയ്യേണ്ടത്? സെയിം കാര്യം ചെയ്യണം. വിർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ഉണ്ടാക്കുന്ന മിറർ ഏതെന്ന് നോക്കണം. നമുക്കറിയാം അത് കോൺവെക്സാ, ഒരു സംശയവും വേണ്ട. വിർച്വലും ഡിമിനിഷ്ഡും ആണെങ്കിൽ കോൺവെക്സാ. പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനത് തീർത്തരാം. ശ്രദ്ധിച്ചോ, കൃത്യമായിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ പോയിന്റുകൾ ഒന്ന് എഴുതി വെക്കണേ. കൃത്യമായിട്ട് എഴുതി വെച്ചോ, നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. നോക്കടാ, റിയൽ യഥാർത്ഥം ആൻഡ് സെയിം സൈസ് പറഞ്ഞു. റിയലും സെയിം സൈസും ആണെങ്കിൽ ഒന്നും നോക്കണ്ട, അത് കോൺകേവ് ആണ്. നമുക്ക് എല്ലാം എഴുതാം. റിയൽ ഉള്ള എല്ലാ ആൾക്കാരും എഴുതി വെക്കാം. റിയൽ ആൻഡ് സെയിം സൈസ്, റിയൽ ആൻഡ് എൻലാർജ്ഡ് യഥാർത്ഥവും വലുതും, റിയൽ ആൻഡ് ഡിമിനിഷ്ഡ് അല്ലേ? റിയലുമായി ബന്ധപ്പെട്ട മൂന്നെണ്ണേ ഉള്ളൂ. ഉറപ്പിച്ചു വെച്ചോ, റിയൽ വന്നാൽ അത് ഉറപ്പായിട്ടും ആരാണ്? കോൺകേവ് ആണ്, മറക്കണ്ട. പ്ലെയിൻ മിററിനും അതേപോലെ തന്നെ കോൺവെക്സിനും എന്തുണ്ടാക്കാൻ പറ്റില്ല? യഥാർത്ഥ പ്രതിമ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതേത് മിററാണ്? കോൺകേവ് ആണ്, മറക്കരുത്. ഇനി ഒരേ കാര്യം കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ശ്രദ്ധിച്ചോ, നമ്മൾ പഠിച്ചാണ് ഒരു കോൺകേവ് ദർപ്പണത്തിന് മുൻപിൽ ഇവിടെ എഫിനും പിക്കും ഇടയിൽ ഞാൻ വസ്തുവിനെ വെച്ചാൽ എനിക്ക് കണ്ണാടിക്ക് ഉള്ളിലാണ് പ്രതിബിംബം കിട്ടുക. ഇത് നിവർന്ന പ്രതിബിംബമാണ്, അതുകൊണ്ട് വിർച്വൽ ആണ്, എൻലാർജ്ഡ് ആണ്. അപ്പൊ പഠിച്ചു വെച്ചോ, വിർച്വൽ ആൻഡ് എൻലാർജ്ഡ് വന്നാലും ആരു തന്നെയാണ്? കോൺകേവ് തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ഒന്ന് വരങ്ങനെ വരച്ചു വെച്ചോ, എന്നിട്ട് മാത്രം എഴുതിക്കോ, കൃത്യമായിട്ട് എഴുതിക്കോ. വിർച്വൽ ആൻഡ് സെയിം സൈസ്, വിർച്വലും സെയിം സൈസും ഉണ്ട്, പിന്നെ വിർച്വലും ഡിമിനിഷ്ഡും ഉണ്ട്. ഇത്രയും, ഇങ്ങനെ 6 ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. റിയൽ ഉള്ള എല്ലാ ഓപ്ഷനും കോൺകേവ് ആണ്. വിർച്വൽ ആൻഡ് എൻലാർജ്ഡ് ആയാലും എന്തിനാണ്? കോൺകേവ് ആണ്. വിർച്വലും സെയിം സൈസും ആണെങ്കിൽ നമ്മൾ എന്നും രാവിലെ പോയി നോക്കുന്ന കണ്ണാടിയായ പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണമാണ്, മറക്കരുത്. രണ്ടാമത്തത് വിർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ്. വിർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ്, മിഥ്യയും ചെറുതും, അത് പഠിച്ചു വെച്ചോ, അത് കോൺവെക്സ് ആണ്. കിട്ടിയോ? അപ്പൊ നമുക്ക് വന്ന ഓപ്ഷൻസ് ഏതാണ്? വിർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്? വിർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു അതാരാണ്? കോൺവെക്സ് ആണ്. ക്ലിയർ അല്ലേ? ഇതൊരു ചോദ്യം ചോദിക്കുകയാണ്, നെയിം എ മിറർ ഇറ്റ്സ് ഫോം വിർച്വൽ ഇമേജസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏതൊക്കെ പറയാൻ പറ്റും? നിങ്ങൾക്ക് 3 പറയാൻ പറ്റും. ഏതൊക്കെ? നമ്മുടെ കോൺകേവും കോൺവെക്സും അതേപോലെ പ്ലെയിനും. ഈ 3 പേരെന്ന് ഉണ്ടാക്കുന്നുണ്ട്? വിർച്വൽ ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി നെയിം എ മിറർ വിച്ച് ഫോം റിയൽ ആൻഡ് വിർച്വൽ ഇമേജ്, രണ്ടും ഉണ്ടാക്കാൻ കഴിവുള്ള ആള് അതാരും മാത്രമാണ്? കോൺകേവ് മാത്രമാണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സോ ആവർത്തനവുമായി ബന്ധപ്പെട്ട ഇത്തരം ചോദ്യങ്ങൾ കൺഫ്യൂസിംഗ് ആണ് പല കുട്ടികൾക്കും. ഏകളിലെ കുട്ടിക്ക് ഇത് കൺഫ്യൂഷൻ ആവില്ല. കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി എങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ മസ്റ്റായിട്ടും ക്ലാസ്സിനെ പറ്റി രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. കൂടാതെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ 19-ാം തീയതി നമ്മുടെ എക്സാമിനേഷൻ, അന്ന് രാവിലെയും 18-ാം തീയതി വൈകുന്നേരം 7 മണിക്കും നമ്മുടെ ലൈവുകളുണ്ട്. മാരത്തോൺ ലൈവുകളാണ്. എല്ലാവരും വരണം, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. സോ തൽക്കാലം ഞാൻ വിട പറയാണ്. സീ യു നെക്സ്റ്റ് സെഷൻ. ബൈ.